لا تقوم الساعة حتى يتباهى الناس في المساجد. പള്ളികളുടെ കാര്യത്തില് ജനങ്ങൾ പരസ്പരം മത്സരിക്കുന്ന, പരസ്പരം പെരുമ നടിക്കുന്നത് വരെ ഖിയാമത്ത് നാള് സംഭവിക്കൂല. നമ്മുടെ നാട്ടിൽ നല്ലൊരു പള്ളി ഉണ്ടായാൽ തുടങ്ങി അടുത്ത മഹല്ല് അതിനെക്കാട്ടിലും നല്ലതുണ്ടാക്കണം. ഒരു മഹല്ല് നല്ലൊരു പള്ളി വെച്ച് കഴിഞ്ഞാൽ അതിന്റെ അപ്പുറത്തുള്ള മഹല്ല് അതിനെക്കാട്ടിലും നല്ലത് എങ്ങനെ ഏത് അറബിനെ കൊണ്ടുവന്ന് വെക്കും. ഇങ്ങനെ മസ്ജിദുകളുടെ കാര്യത്തിലുള്ള പെരുമ അത് മിക്ക ഇടങ്ങളിലും നടക്കുന്ന ഒരു സംഭവമാണ്. എന്നാലോ പള്ളിന്റെ ഉള്ളിൽ എത്ര പേരുണ്ട്? 1000 ആളുകൾക്ക് നിസ്കരിക്കാനുള്ള പള്ളിയാണ്. പക്ഷെ 10 പേര് പോലും സുബഹിക്ക് നമ്മുടെ പള്ളിയിലില്ല. ഹബീബിന്റെ കാലത്ത് ആകെ 100 പേർക്ക് നിൽക്കാവുന്ന പള്ളി, പക്ഷെ 200 ആളാണ് നിസ്കരിക്കാൻ വരുന്നത്. പള്ളിയുടെ മുറ്റത്താണ് ആളുകൾ നിസ്കരിച്ചുകൊണ്ടിരുന്നത്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മസ്ജിദിൽ തറാവീഹ് നമസ്കാരത്തിന്റെ കാര്യം തന്നെ ഹദീസ് ഉണ്ട്. ആളുകൾ ഒഴുകിയത് കൊണ്ട് പള്ളിന്റെ ഉള്ളിൽ സ്ഥലമില്ല. പള്ളിയായി നിജപ്പെടുത്തിയ സ്ഥലത്തെ സ്ഥലമില്ലാതെ വന്നപ്പോ ആളുകൾ റോഡുകളിലേക്ക് പുറത്തേക്ക് ഒഴുകുമാറ് ആളുകൾ അല്ലാഹുവിന്റെ ഹബീബിന്റെ പള്ളിയിലേക്ക് ഒഴുകുകയാണ്. നമ്മുടെ മസ്ജിദിൽ 300, 400, 500 പേർക്ക്, താഴെ മുകളിലും നോക്കിക്കഴിഞ്ഞാൽ മിനിമം 600 പേര്. എന്തായാലും നിൽക്കാനുള്ള സ്ഥലമുണ്ട്, നല്ല അപ്ഡേറ്റഡ് ആയ വാഷ്റൂമുകളുണ്ട്, വുളൂ ചെയ്യാൻ നല്ല സൗകര്യങ്ങളുണ്ട്. പക്ഷെ ഒരു 20 പേര് സുബഹിക്ക് നമ്മുടെ മസ്ജിദിലുണ്ടോ? 20 ആൾക്കാർ നമ്മുടെ പള്ളിയിൽ, 1000 ആൾക്ക് നിസ്കരിക്കാൻ പറ്റുന്ന പള്ളിയിൽ, 500 ആൾക്ക് നിസ്കരിക്കാൻ പറ്റുന്ന പള്ളിയിൽ 20 ആളുകൾ സുബഹി നിസ്കാരത്തിനില്ല. പക്ഷേ പള്ളിയുടെ കാര്യത്തിൽ പരസ്പരം പെരുമ. അങ്ങനെയുള്ളൊരു കാലം വന്നാ അത് ഖിയാമത്തിന് മുമ്പ് സംഭവിക്കുന്നതാണ്. അത് ഖിയാമത്തിന്റെ അടയാളമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം